നമസ്കാരം. എന്താണ് റിപ്പോർട്ടർ ചാനൽ നടത്തിയ തട്ടിപ്പ്? എന്താണ് മെസ്സിയുടെ പേരിലുള്ള ഈ വിവാദം? എന്താണ് ഇവിടെ ഗുരുതരമായ കുറ്റകൃത്യമുള്ളത്? സർക്കാരിന് എത്ര രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്? പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ ബഹളമൊക്കെ? ഇപ്പോൾ ന്യായീകരണ തൊഴിലാളികൾ ചോദിക്കുന്നത് ഇതൊക്കെയാണ്. അവർ അടിവരയിട്ട് പറയുന്നു, സർക്കാരിന് 1 രൂപയുടെ നഷ്ടമുണ്ടായിട്ടില്ല, പിന്നെ എന്തിനാണ് ഈ ബഹളമെന്ന്. റിപ്പോർട്ടർ ചാനലും മുതലാളിമാരും എന്ത് കുറ്റകൃത്യമാണ് ചെയ്തത്? എന്തുകൊണ്ടാണ് അവർ ഇപ്പോൾ ഇങ്ങനെ വിചാരണ ചെയ്യപ്പെടുന്നത് എന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യത്തെ പോയിന്റ് റിപ്പോർട്ടർ ചാനലിൻ്റെ ക്രിമിനൽ പശ്ചാത്തലമാണ്. നിരന്തരമായി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന, സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ഒരു സംഘം ഒരു ചാനലിൽ ആ തട്ടിപ്പ് പണം മുടക്കി നാടിനെ നശിപ്പിക്കാൻ നോക്കുന്നു എന്നതാണ് അടിസ്ഥാന പ്രശ്നം. അവർ അനേകം തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ്. അനേകം പേർ നിശബ്ദരായി സഹിക്കുന്നു. ചാനൽ ഉടമസ്ഥരായതോടെ അവർ തട്ടിപ്പിൻ്റെ തോത് വർദ്ധിപ്പിച്ചു. ഇവിടെ മെസ്സിയുടെ പേരിൽ അവർ നടത്തിയതും തട്ടിപ്പാണ്. ഒരുപക്ഷെ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി ചേർന്നാവാം ഈ തട്ടിപ്പ് നടത്തിയത്. കാരണം അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനെതിരെ ഇത്തരം ഗുരുതരമായ ആരോപണമുണ്ട്. പക്ഷേ ഈ തട്ടിപ്പിന് വേണ്ടി അവർ സംസ്ഥാന സർക്കാരിന് കൂട്ടുപിടിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ കത്തുകൾ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കാൻ പാടില്ലാത്ത അനുമതി വാങ്ങി. സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് റിസർവ് ബാങ്കിൻ്റെ പെർമിഷൻ വാങ്ങി വിദേശത്തെ കുഴപ്പം പിടിച്ചൊരു കമ്പനിയിലേക്ക് പണം മാറ്റി. ആ പണത്തിന് ഇവർ അടയ്ക്കേണ്ട GST അവർ അടച്ചില്ല. ഇങ്ങനെ വാർത്ത സൃഷ്ടിച്ച് ഇവർ അനേകം പേരിൽ നിന്നും പണം കളക്ട് ചെയ്തു എന്ന് സംശയിക്കപ്പെടുന്നു. എന്ന് വെച്ചാൽ സർക്കാരിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഇവർ അടിമുടി തട്ടിപ്പ് നടത്തി. ഇവർ പറയുന്നു സർക്കാരിൻ്റെ പരിപാടിയായിരുന്നു, ഇവർ സ്പോൺസറാണെന്ന്. അങ്ങനെയെങ്കിൽ ഇവർ സർക്കാരിന് പണം കൊടുക്കണം, ആ സർക്കാരായിരിക്കണമായിരുന്നു മെസ്സിക്ക് കൊടുക്കേണ്ടത്. എന്നാൽ പണം കൊടുത്തത് റിപ്പോർട്ടർ ചാനൽ നേരിട്ടാണ്. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി ഒരു കരാറുണ്ടെന്ന് വയ്ക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് റിപ്പോർട്ടർ ചാനലുമായി നേരിട്ടാണ്. അതുകൊണ്ട് തന്നെ ചട്ടലംഘനമാണ്, നിയമവിരുദ്ധമാണ്, സർക്കാരിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നടത്തിയ തട്ടിപ്പാണ്. സ്പോർട്സ് യുവജനക്ഷേമ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീനിയൻ ടീമിനെ കൊണ്ടുവന്ന് നടത്തുന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൻ്റെ സംഘാടകരായും സ്പോൺസറായും തെരഞ്ഞെടുത്തതിൽ അതീവ ഗുരുതരമായ ഭരണഘടനാ വീഴ്ചകളുണ്ട്. റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി RBC നിരുപാധികമായി പണം നൽകുന്ന ഒരു ദാതാവ് മാത്രമല്ല, മറിച്ച് വിവിധ തലങ്ങൾ വഴി വൻതോതിൽ ലാഭമുണ്ടാക്കാൻ സാധ്യതയുള്ള സ്വകാര്യ വാണിജ്യ സ്ഥാപനമാണ്. അതായത് പണം കൊണ്ട് കൊടുക്കുന്ന സ്പോൺസർ മാത്രമല്ല, ലാഭമുണ്ടാക്കാൻ വേണ്ടി പണം പല വിധത്തിൽ കൊടുക്കുന്ന സ്ഥാപനമാണ്. ഈ ലാഭത്തിൽ ഒരു വിഹിതവും സർക്കാരിന് നൽകില്ല എന്ന ഫയലിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഇവർ ഉണ്ടാക്കുന്ന ലാഭം, അതായത് മെസ്സിയെ കൊണ്ടുവന്ന് ഇവരുണ്ടാക്കുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം പോലും സർക്കാരിന് കൊടുക്കില്ല. മുൻ കായിക മന്ത്രിയുടെ ഓഫീസും മുൻ ചീഫ് സെക്രട്ടറിയും കമ്പനിയുമായി ചർച്ച നടത്തിയ ശേഷം പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഉദ്യോഗസ്ഥർക്ക് വാക്കാൽ മാത്രം നിർദ്ദേശം നൽകിയായിരുന്നു. ഇങ്ങനെയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ തിരഞ്ഞെടുത്തത്. വാക്കാലുള്ള നിർദ്ദേശമാണ്, നിയമപരമായി ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല. താൽപ്പര്യപത്രം ക്ഷണിക്കൽ, പരസ്യ ടെൻഡർ നടപടികൾ, സ്പോൺസർഷിപ്പ് നിരക്കുകളുടെ മൂല്യനിർണ്ണയം, വാണിജ്യപരമായ അവകാശങ്ങളുടെ യഥാർത്ഥ മൂല്യനിർണ്ണയം, കമ്പനിയുടെ സാമ്പത്തിക ശേഷി പരിശോധിക്കൽ, ഫണ്ടിൻ്റെ സ്രോതസ് ഉറപ്പാക്കൽ, പശ്ചാത്തല സൂക്ഷ്മ പരിശോധന റിപ്പോർട്ട്, ഇതൊന്നും നടത്തിയില്ല. ഒരു സർക്കാർ ഒരു സ്ഥാപനവുമായി ഇടപാടിന് ശ്രമിക്കുമ്പോൾ ആദ്യമായി ചെയ്യേണ്ട ഈ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഈ സ്വകാര്യ കമ്പനിയെ മാത്രം തെരഞ്ഞെടുത്തതിനുള്ള കൃത്യമായ കാരണങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഉത്തരവും സർക്കാർ ഫയലുകളിൽ എങ്ങുമില്ല. പൊതുമേഖലയിലെ ഏത് സംഭരണ വാണിജ്യ നടപടികളും പൂർണ്ണമായും സുതാര്യവും മത്സര സാധ്യതയുള്ളതും നീതിപൂർവവും ഏകപക്ഷീയമായ തീരുമാനങ്ങളിൽ നിന്ന് മുക്തവുമായിരിക്കണമെന്നാണ് സ്റ്റോർ പർച്ചേസ് മാനുവൽ പറയുന്നത്. സ്റ്റോർ പർച്ചേസ് മാനുവൽ പ്രകാരം ഓപ്പൺ ടെൻഡർ എന്നത് പൊതുവായ നിയമമാണ്. അതിനുവേണ്ടി വിപുലമായ പരസ്യം നൽകണം. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യതിയാനം വരുത്തുകയാണെങ്കിൽ അതിനുള്ള വ്യക്തമായ കാരണം രേഖാമൂലം ഫയലിൽ കുറിക്കണം. പക്ഷേ ഇതൊന്നും ചെയ്യാതെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് സർക്കാർ ചുമതല നൽകി. ഇക്കാര്യത്തിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിലേക്കുള്ള സൂചനയാണ് റിപ്പോർട്ടിലുള്ളത്. യാതൊരുവിധ നടപടിക്രമങ്ങളും പാലിക്കാതെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ തെരഞ്ഞെടുത്ത സർക്കാർ നടപടി ചട്ടങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ്. 31/12/2024 RBC സർക്കാർ നൽകിയ കത്ത് അപാകതകൾ കൂടുതൽ വ്യക്തമാക്കുന്നു. 24/12/2024 സർക്കാർ ഉത്തരവിൽ AFAയും സർക്കാരും തമ്മിൽ നടത്തിയ ചർച്ചകളെക്കുറിച്ചും RBCയുടെ സ്പോൺസർഷിപ്പിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടെങ്കിലും ചർച്ചകളുടെ കൃത്യമായ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് സർക്കാർ ഉത്തരവിൽ വ്യക്തമല്ലെന്നും തങ്ങൾക്ക് ഉത്തരവിൻ്റെ പകർപ്പ് ലഭ്യമായിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി RBC സർക്കാരിനോട് ഉത്തരവിൽ ഭേദഗതി ആവശ്യപ്പെടുന്നു. ഒരു സ്വകാര്യ വാണിജ്യ സ്പോൺസർ
അവരും വിദേശ ഫുട്ബോൾ അസോസിയേഷൻ തമ്മിൽ ഉഭയകക്ഷി വ്യവസ്ഥകൾ ഗവൺമെൻറ് ഉത്തരവിൽ കൃത്യമായി ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത് അസാധാരണമാണെന്നും സർക്കാരിനെ ഉപയോഗിച്ച് അവരുടെ വാണിജ്യാവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടന്നതെന്നും സ്പെഷ്യൽ സെക്രട്ടറി റിപ്പോർട്ടിലുണ്ട്. 24/12/2024 ഉത്തരവ് പ്രകാരം RBC എന്ന സ്വകാര്യ കമ്പനിക്ക് സ്പോൺസർ എന്ന നിലയ്ക്ക് മാച്ച് സംഘടിപ്പിക്കാനുള്ള അനുമതിയാണ് നൽകിയത്. എന്നാൽ 07/1/2025 സർക്കാർ ഉത്തരവിലൂടെ RBC എന്ന സ്വകാര്യ കമ്പനിക്ക് FIAയുമായി കരാറിൽ ഏർപ്പെടാൻ അനുമതി നൽകിയതായി രേഖപ്പെടുത്തി. ആദ്യം സ്പോൺസർ എന്ന നിലയ്ക്ക് മാർച്ച് സംഘടിപ്പിക്കാൻ അനുമതി കൊടുത്തു. പിന്നെ റിപ്പോർട്ടർ ചാനലിനെ കരാറിൽ ഏർപ്പെടാൻ അനുമതി കൊടുത്തു. സ്പോൺസർക്ക് കരാറിൽ ഏർപ്പെടാൻ അനുമതി കൊടുത്തു. എന്തിനാണ് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി ഒരു സ്വകാര്യ കമ്പനിക്ക് വിദേശത്തുള്ള ഒരു സ്വകാര്യ കമ്പനിയുമായി കരാറിൽ ഏർപ്പെടാൻ? സംസ്ഥാന സർക്കാരിൻ്റെ റോൾ എന്താണ്? RBC ആവശ്യപ്രകാരം മുൻ ഉത്തരവ് വരുത്തിയ ഭേദഗതി ഗുരുതര സ്വഭാവമുള്ളതാണെന്നും ഒരു സ്വകാര്യ സ്ഥാപനം സർക്കാരിനെ പ്രതിനിധാനം ചെയ്തെന്ന നിയമവ്യാഖ്യാനം ഇതിലൂടെ സാധ്യമാണെന്നും വ്യക്തമാകുന്നു. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? റിപ്പോർട്ടർ ചാനലും അമേരിക്കയിലെ ഒരു കമ്പനിയും തമ്മിലുള്ള ഇടപാടിൽ സർക്കാരിന് ഇടപെടലുണ്ട് എന്ന് വരുത്തി അതിന് ആധികാരികത കൊടുക്കാൻ തീരുമാനിച്ചു. നാളിതുവരെ RBC എന്ന സ്വകാര്യ കമ്പനി FIAയുമായി ഏർപ്പെട്ട കരാറിൻ്റെ ഒറ്റ കോപ്പി പോലും സർക്കാരിന് ലഭ്യമല്ല. ഇത്രയും കരാറുണ്ട്, സർക്കാരാണ് മുൻകൈ എടുത്തത്, സർക്കാരിൻ്റെ പരിപാടിയാണെന്ന് RBC പറയുന്നു. പക്ഷേ കരാറിൻ്റെ കോപ്പി പോലും സർക്കാരിൻ്റെ ഒരു ഫയലിലുമില്ല. 27/12/2024 സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് അയച്ച ഔദ്യോഗിക കത്തിൽ അർജന്റീനയുടെ ലോകകപ്പ് ടീം കേരളത്തിൽ വരുന്നത് വ്യക്തമാക്കിയിരുന്നു. കേരള സർക്കാരിൻ്റെ ക്ഷണം AFI സ്വീകരിച്ചെന്നും ഇരുപക്ഷവും പൊതുധാരണയിലെത്തിയിട്ടുണ്ടെന്നും 06/10/2025 മുതൽ 13/10/2025 വരെയുള്ള സമയത്ത് മത്സരം നടക്കുമെന്നും കത്തിൽ വ്യക്തമാക്കി. എന്നാൽ ആ സമയത്ത് AFIയുടെ ഉറപ്പോ മെസ്സിയുടെ കരാർ സംബന്ധിച്ച കരാറോ ഫിഫ അനുമതി പത്രമോ കളിക്കാരെ വിട്ടു നൽകുന്നത് സംബന്ധിച്ച് സ്ഥിരീകരണമുണ്ടായില്ല. ഒരു വിവരവുമില്ലാതെ ഒരു രേഖയുമില്ലാതെ സംസ്ഥാന സർക്കാർ ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തുകയാണ് എന്ന് വ്യാജമായി കേന്ദ്ര സർക്കാരിന് കത്തെഴുതി അനുമതി വാങ്ങുന്നു. ഈ വ്യാജ കത്താണ് ഈ റിപ്പോർട്ടർ ചാനലിന് തട്ടിപ്പ് നടത്തുന്ന എല്ലാ അനുമതികളും കേന്ദ്ര സർക്കാരും RBI നൽകുന്നത്. കേന്ദ്ര സർക്കാരിന് കേരളം അയച്ച കത്ത് ഫയലിലെ വസ്തുക്കൾക്ക് നിരക്കാത്തതും ആവശ്യമായ രേഖകളുടെ പിന്തുണയില്ലാത്തതുമായിരുന്നു എന്നും വ്യക്തമാണ്. പങ്കെടുക്കുന്ന ടീമുകൾ, വേദികൾ, തീയതികൾ എന്നിവ കേന്ദ്ര വിദേശകാര്യ ആഭ്യന്തര മന്ത്രാലയങ്ങൾക്ക് അയച്ച അനുമതി വാങ്ങണമെന്ന് 10/01/2025 കേന്ദ്രം കേരളത്തെ അറിയിച്ചു. വിദേശ നാണയ വിനിമയ തുക, സ്പോൺസറുടെ വിശദാംശങ്ങൾ, പണം സ്വീകരിക്കുന്ന കക്ഷിയുടെ വിവരങ്ങൾ, ഈ മത്സരം കേരളത്തിലുണ്ടാകുന്ന കായിക വികസന നേട്ടങ്ങൾ എന്നിവ സമർപ്പിക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു. ഈ കത്ത് ഒരു തരത്തിലും മത്സരം നടത്താനുള്ള അന്തിമ അനുമതി അല്ലെന്നിരിക്കെ സംസ്ഥാന സർക്കാരും സ്പോൺസറും അങ്ങനെ വ്യാഖ്യാനിച്ചുവെന്ന് സംശയം റിപ്പോർട്ടിലുണ്ട്. കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തിട്ടില്ല. കേന്ദ്ര സർക്കാർ വിശദീകരണം ചോദിച്ചു. ആ വിശദീകരണ കത്താണ് അവർ ഇതിൻ്റെ ഭാഗമായി കാണിക്കുന്നത്. 24/02/2025 കേന്ദ്ര കായിക മന്ത്രാലയത്തിൻ്റെ കത്തിൽ $15 മില്യൺ വിദേശത്തേക്ക് അയക്കുന്നതിന് സ്പോർട്സ് ആംഗിളിൽ നിന്നുള്ള അനുമതിയാണ് നൽകിയത്. കായിക മന്ത്രാലയത്തിന് അനുമതി ചോദിച്ചു, അവർ അനുമതി കൊടുത്തു. സ്പോർട്സ് ആണല്ലോ, കേരള സർക്കാർ നടത്തുന്ന ഒരു സ്പോർട്സ് മത്സരമാണല്ലോ, അതിനുവേണ്ടി അവർ കാശ് കൊടുത്തോട്ടെ. കായിക മന്ത്രാലയത്തിന് എതിർപ്പില്ല. ഇന്ത്യയിലെ നികുതി റവന്യൂ അധികാരികളുടെ എല്ലാ നിയമപരമായ നിബന്ധനകളും പാലിച്ചിരിക്കണമെന്നും നിലവിലുള്ള എല്ലാ ചട്ടങ്ങളും കർശനമായി അനുസരിച്ചിരിക്കണമെന്നും പ്രത്യേകം വ്യവസ്ഥ ചെയ്തു. ഈ കത്തിൻ്റെ പകർപ്പുകൾ കേന്ദ്ര റവന്യൂ വകുപ്പ്, ED, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്, കേരള സർക്കാർ എന്നിവരെയും അറിയിച്ചു. ഫെമ മാനദണ്ഡങ്ങളിൽ നിന്ന് മറ്റു റവന്യൂ വെരിഫിക്കേഷനുകളിൽ നിന്നോ പ്രസ്തുത ഡീൽ ഒഴിവാക്കിയിട്ടില്ല. എന്നിട്ടും ആഭ്യന്തര തലത്തിൽ കൃത്യമായി ഫിനാൻഷ്യൽ ഓഡിറ്റിംഗ്, ലീഗൽ റൈറ്റിംഗ് കൂടാതെ പദ്ധതിയുമായി മുന്നോട്ട് പോയത് ഗുരുതരമായ ചിട്ടലംഘനമാണ്. ബാക്കി നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ മുമ്പോട്ട് പോയി. $15 മില്യൺ പോലെയുള്ള ഭീമമായ പണമിടപാടിൽ ഒരു വിദേശ സ്ഥാപനത്തെ കളക്ഷൻ ഏജന്റായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്ഥാപനത്തിന്റെ പശ്ചാത്തലം ഒട്ടും സുതാര്യമല്ല. ഇത്രയും ഭീമമായ പണമിടപാടിൽ പ്രധാന മാർഗമായി ഉപയോഗിച്ചിട്ടുള്ള കളക്ഷൻ ഏജന്റിനെ കുറിച്ച് ഒരു വിവരം പോലും സംസ്ഥാന സർക്കാരിൻ്റെ ഫയലിൽ ഒരിടത്ത് ലഭ്യമല്ല. ഉറപ്പായും പരിശോധിക്കേണ്ടിയിരുന്ന 10 കാര്യങ്ങളെക്കുറിച്ച് സ്പെഷ്യൽ സെക്രട്ടറി റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. ഭീമമായ തുക വിദേശത്തേക്ക് കൈമാറിയതിനു ശേഷവും കായിക മത്സരം നടന്നില്ല എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ ഈ രേഖകളുടെ അഭാവം അതീവ ഗൗരവമുള്ളതാണ്. ആർക്കാണ് പണം കൊടുത്തത് എന്നതിന് ഒരു വിവരവുമില്ല. അതുകൊണ്ടാണ് ഇത് കള്ളപ്പണ ഇടപാടാണോ എന്ന് സംശയിക്കുന്നത്. വിദേശ നാണയം ഇന്ത്യക്ക് പുറത്തേക്ക് കടത്താൻ മാത്രമായിരുന്നു ഈ പദ്ധതി എന്ന് ഫയലിൽ നിന്ന് മനസ്സിലാകുന്നതായി സ്പെഷ്യൽ സെക്രട്ടറി പറയുന്നു. അവിടെയാണ് ED കേസിന് സാധ്യത. കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ സൂക്ഷ്മ പരിശോധന നടത്തേണ്ടതിൻ്റെ അടിയന്തര ആവശ്യകതയാണ് ഇത് കാണിക്കുന്നതെന്നും സ്പെഷ്യൽ സെക്രട്ടറി പറയുന്നു. FIAയുടെ ഫീസിന് പുറമെ
അധിക സാമ്പത്തിക ബാധ്യതകളും വിദേശ നാണയ ഒഴുക്കും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു. എന്നിട്ടും ധനകാര്യ വകുപ്പ് ഈ സ്വകാര്യ സ്പോൺസറിന്റെ സാമ്പത്തിക ശേഷിയെക്കുറിച്ചോ നികുതി ആഘാതങ്ങളെക്കുറിച്ചോ ആകെ ചെലവിനെക്കുറിച്ചോ ഗവൺമെന്റ് സംവിധാനങ്ങൾ വിട്ടു നൽകുന്നതിന് പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ ഒരിടത്തും പരിശോധന നടത്തിയിട്ടില്ല എന്നത് അതീവ ഗുരുതരമാണ്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക പദവിയും പൊതു സ്റ്റേഡിയവും സർക്കാർ സംവിധാനങ്ങളുടെ പൂർണ്ണ പിന്തുണയും സൗജന്യങ്ങളും സൗകര്യങ്ങളും പൂർണ്ണമായും ഉപയോഗിച്ച് അതിലൂടെ ഉണ്ടാകുന്ന സകല സാമ്പത്തിക ലാഭവും ഒരു സ്വകാര്യ കമ്പനിക്ക് മാത്രം കിട്ടുന്ന തരത്തിൽ ഉണ്ടാക്കിയ വിചിത്രമായ വാണിജ്യ ഘടനയായിരുന്നു ഇത്. ഇതേക്കുറിച്ചെല്ലാം അറിവുണ്ടായിട്ടും ധനവകുപ്പ് മിണ്ടിയിട്ടില്ലെന്ന് സ്പെഷ്യൽ സെക്രട്ടറി റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നു. കായിക വകുപ്പ് മാത്രമല്ല, ധനവകുപ്പും പ്രതിക്കൂട്ടിലാവുകയാണ്. മത്സരം നടത്തുന്ന സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ നിയമപരമായി യാതൊരു സ്ഥിരീകരണവും ഉണ്ടായില്ല. എന്നിട്ട് റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഒരു നിർദ്ദേശം സംസ്ഥാന ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന ഔദ്യോഗിക പരിപാടിയാണെന്ന ശക്തമായ പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടു. AFI, ഫുട്ബോൾ ഓസ്ട്രേലിയ, ബാങ്കുകൾ, വാണിജ്യ പങ്കാളികൾ, മാധ്യമങ്ങൾ, പൊതുസമൂഹം എന്നിവർക്ക് മുന്നിൽ തങ്ങൾക്ക് സർക്കാരിൻ്റെ ഗ്യാരണ്ടിയും പിന്തുണയും ഉണ്ടെന്ന വാദം RBC തന്ത്രപൂർവ്വം സ്ഥാപിച്ചെടുത്തു. സർക്കാരിൻ്റെ വിവിധ തലങ്ങളിൽ വന്ന ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളും വീഴ്ചകളും റിപ്പോർട്ടിലുണ്ട്. എന്താണ് പ്രശാന്തിൻ്റെ റിപ്പോർട്ട് എന്ന് ചുരുക്കി പറഞ്ഞതാണ് ഇതിലൂടെ. ഗുരുതരമായ കുറ്റകൃത്യമാണ് പിണറായി സർക്കാർ ചെയ്തത്. ഒരു സ്വകാര്യ കമ്പനിക്ക് ലാഭമുണ്ടാക്കാൻ, ഒരുപക്ഷെ ലാഭവിഹിതം കൈപ്പറ്റാൻ സർക്കാർ പരിപാടി എന്ന നിലയിൽ ഒരു വിവാദ കമ്പനിയുമായി സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് നടത്തി. ആ സാമ്പത്തിക ഇടപാട് മാത്രമായിരുന്നു ലക്ഷ്യം. ഇവിടേക്ക് അർജന്റീനിയൻ ഫുട്ബോൾ ടീമിനെ കൊണ്ടുവരികയായിരുന്നില്ല. സംസ്ഥാന സർക്കാരിൻ്റെ വിജിലൻസ് വിഭാഗവും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും മാറി മാറി അന്വേഷിക്കേണ്ട ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് റിപ്പോർട്ടർ മുതലാളി സംഘം ചെയ്തു കൂട്ടിയത്.